കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട രാധാമണി രാജൻ രാജിവെച്ചു. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പിന്തുണയോടെയാണ് കോൺഗ്രസ് അംഗമായി ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനായാണ് രാജിയെന്ന് രാധാമണി രാജൻ പറഞ്ഞു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പി. പിന്തുണയോടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട രാധാമണി രാജനാണ് രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം കോൺഗ്രസ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു ബി.ജെ.പി. പിന്തുണയോടെ ഇവർ മത്സരിച്ചത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി റസീന ബദറിനെ പരാജയപ്പെടുത്തിയായിരുന്നു രാധാമണി രാജന്റെ വിജയം. എന്നാൽ പിന്നീട് നടന്ന ചരടുവലികൾക്ക് ഒടുവിലാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ഇവർ രാജിവെച്ചത്. ബി.ജെ.പി. അംഗം വോട്ട് ചെയ്തത് മൂലം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം രാജിവെക്കുകയാണെന്നും ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനും പാർട്ടിയുടെ തീരുമാനവും പൊതുവികാരവും കണക്കിലെടുത്താണ് രാജിയെന്നും രാധാമണി രാജൻ പറഞ്ഞു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു റൈറ്റ് കൊടുത്തിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ആ സ്ഥാനം രാജിവെക്കാനുണ്ടായ കാരണം കോൺഗ്രസിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ജനാധിപത്യപരമായ കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ടും ഞാൻ പാർട്ടി പ്രവർത്തകർക്കുണ്ടായ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ രാജിവെക്കുകയും തുടർന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകയായി മാത്രം പ്രവർത്തിച്ചോളാമെന്ന് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. ഇതേസമയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട രാധാമണി രാജന്റെ രാജിയിലൂടെ ബി.ജെ.പിയുടെ കപട രാഷ്ട്രീയ മുഖം വെളിച്ചത്ത് വന്നിരിക്കുകയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ബി.ജെ.പി. നേതൃത്വം പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം.